ഇവിടെ നിങ്ങൾക്ക് ടെക്നിക്കൽ എറർ. അവിടെ ഒരു കുടുംബമാണ് തകർന്നേക്കണത്. DDT പാർട്ടി ഇത് നോക്കിയിരിക്കൂല. ഇങ്ങനെയുള്ള മുക്കിനുള്ള പിരിവും പരിപാടിക്കെതിരെ ഞങ്ങൾ ഇറങ്ങാൻ പോകാൻ. ഇവിടെ പിരിക്കാതിരിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം. നാട്ടു നടപ്പനുസരിച്ചിട്ട് ഗതാഗത നിയമങ്ങൾ പാലിക്കണം. പാലിച്ചില്ലെങ്കിൽ ഇതുപോലെ പെറ്റിയടിച്ച് വരും. ഇതുപോലുള്ള തോന്നിയാസമാണ് കാണിക്കാനുള്ളത്. ഇങ്ങനെ ഫോട്ടോ എടുത്ത് കണ്ട പെണ്ണുങ്ങളായിട്ടിരിക്കുന്ന ഫോട്ടോ. എടാ നീ ഒരു കാര്യം ചെയ്യണം. ആദ്യമായിട്ട് പത്രം എടുത്ത് വായിച്ചു തുടങ്ങണം. എല്ലാ വികസിത രാജ്യങ്ങളിലും ഇത്തരമുള്ള നടപടികളുണ്ട്. ഇതിനേക്കാൾ കൂടുതലാണ് പറ്റിയൊക്കെ. അത് മനസ്സിലാക്കണം. വികസിത രാജ്യങ്ങളിൽ ക്യാമറ സംഭവങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്. റോഡിൽ കുഴിയില്ല, ഗട്ടറില്ല, ഒരുപാട് സംഭവങ്ങളുണ്ട്. എന്നിട്ടാണ് അവർ ക്യാമറ വെച്ച് പിടിക്കുന്നത്. ഇതിവിടെ ഒരു 100 കുളത്തിൽ കൂടെ ഇറങ്ങിയാലാണ് നീന്തി അക്കരെ കയറാൻ പറ്റുന്നത് ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ. ന്യായം പറയുന്നു പോലീസുകാരും. DDT പാർട്ടി വെറുതെ ഇരിക്കില്ല. ഇറങ്ങാൻ പോകാൻ പോലീസുകാർക്ക് വേറെ ഒരു പണിയില്ല. ഇതെന്തോ ഭയങ്കര സാഹസം ചെയ്യും പോലെയാണ്. എല്ലാം ആണും പെണ്ണും എല്ലാം പോലീസ് യൂണിഫോം എല്ലാം ഇപ്പൊ മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ എടുക്കുകയാണ് ഫോട്ടോ. നിങ്ങൾ ഇതിനെതിരെ എന്ത് ചെയ്യാൻ പോണ്? ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിന്റെ കെട്ടിയൊന്ന് കട്ടപ്പന ട്രാൻസ്ഫർ വരും. അപ്പോഴറിയാം കേട്ടാ. DDT പാർട്ടി വിചാരിച്ച ഇവിടെ പലതും നടക്കും. പിഴിഞ്ഞിങ്ങനെ ആൾക്കാർ അങ്ങ് കൊല്ലുകയാണ്. എന്താണ് ചേച്ചി? നടരാജൻ ചേട്ടന്റെ കൂടെ ഒരു അജ്ഞാത സ്ത്രീ. നടരാജൻ ചേട്ടൻ ഹെൽമെറ്റ് ഇല്ലാതെ സ്കൂട്ടറിൽ പോയി. അപ്പൊ ക്യാമറയിൽ ഒരു പെറ്റി അടിച്ച് വന്ന്. അപ്പൊ പുറകിൽ ഒരു പെണ്ണിരിക്കുന്നു. മുത്തുലക്ഷ്മി ആയിരിക്കും. മുത്തുലക്ഷ്മി ഒന്നും അല്ല, ഇത് വേറെ ഏതോ പെണ്ണ്. ആകെ പ്രശ്നമായി. ആ ഫോട്ടോ എന്നിരിക്കുന്നത് മുത്തുലക്ഷ്മിയുടെ ഫോണില. അയ്യോ, അതിനെതിരെ ഇവരെന്തോ സമരം ചെയ്യാൻ പോണെന്ന്. അതിന് നടരാജൻ ഏതോ പെണ്ണുങ്ങളെ കൊണ്ടുപോയതിന്. നടരാജേട്ടൻ ഒരു പെണ്ണെ കൊണ്ടുപോയിട്ടില്ലാന്ന്. കൊണ്ടുപോയിട്ടില്ലേ? പിന്നെ ഇത് എന്തു പറയണത്? അതെനിക്ക് മനസ്സിലായില്ല. ഞാൻ ചോദിച്ചോക്കട്ടെ. ചോദിച്ചിട്ട് എന്താന്ന് വെച്ചാ പറയണേ. ക്ലീറ്റോ വേണ്ട, നേതാവാണ് വാക്ക് നിൽക്കുന്നത്. ചിരിക്ക് ചിരിക്ക്, നല്ല ചിരിക്ക്, സന്തോഷത്തോടെ ചിരിക്ക്. നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല. ചിരിക്ക്, പല്ല് കാണിച്ച് ചിരിക്ക്. അങ്ങനെ ആരുടെ കാര്യം പറയുന്നത്? ഈ വീട്ടിലെ ക്ലീറ്റോ എന്ന നേതാവ് ചേട്ടനില്ലേ? അത് ഇതല്ല, അപ്പുറത്താ. അവിടെ ഉണ്ടോ ക്ലീറ്റോ ചേട്ടാ? അതാണ് ക്ലീറ്റോ. ഞാൻ ഇവിടുത്തെ പൂജപ്പുര സ്റ്റേഷനിലെ പോലീസാ. കനകൻ മാറിപ്പോയാ? നിങ്ങൾ ആരുടെ ബൈക്കിന്റെ പുറകിലെ കയറിയത്? നടരാജൻ എന്ന് പറഞ്ഞ് ചേട്ടന്റെ പുറകില്. നടരാജന്റെ ബൈക്കിന്റെ പിറകിരുന്ന ആളാ മറ്റേ ഫോട്ടോയിലുള്ളതോ? ഞാൻ രാത്രി കുറെ നേരം വണ്ടി കാത്ത് റോഡിൽ നിൽക്കുമായിരുന്നു. അന്നേരാണ് ഈ നടരാജൻ എന്ന് പറഞ്ഞ ചേട്ടൻ വണ്ടിയായിട്ട് വന്നത്. ഞാൻ അതിലൊന്ന് കേറി വീഴാതിരിക്കാൻ ഒന്ന് പിടിച്ചു. അത് ഫോട്ടോയും പതിഞ്ഞു. ഇവര് സമരം ചെയ്ത് അത് നാട് മൊത്തം ഫ്ലാഷ് ആക്കി. ഇപ്പൊ മറ്റേ പാർട്ടിക്കാർ ഇപ്പൊ എന്റെ വീട് കയറി ഇറങ്ങുക. എനിക്കിപ്പോ ആത്മഹത്യ ചെയ്യാനേ പറ്റത്തുള്ളൂ. പിന്നെ നടരാജൻ അങ്ങനെ പറഞ്ഞത്? അത് അവൻ പേടിച്ചിട്ട് പറയുന്നയാ, അവന്റെ പെണ്ണുമ്പിള്ള കണ്ടോണ്ട്. ദൈവമേ, ക്ലീറ്റോ നടരാജ ഓടരുത്, ഓടരുത്, ഓടരുത്.